ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചോറായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ, ചെയ്യാത്തവരാണെങ്കിൽ ഈസിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയട്ടെ. നല്ല ടേസ്റ്റിയാണ് നമ്മളെ ഉള്ളിച്ചോറിന്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനായിട്ട് ഈ ചെറിയ ഉള്ളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി ഇത്രയും എടുത്ത് നന്നായിട്ട് ചോപ്പാക്കി എടുക്കണം. അതിനുശേഷം ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതിന് മിൽമ നെയ്യും യൂസ് ചെയ്യാം. ആ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള നെയ്യ് അതെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്ത് ഈ മൺചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നെയ്യ് നന്നായി ഉരുക്കി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർക്കണം. ഇപ്പോൾ നമ്മളെ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തു നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളർ നിറമാവുന്നവരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലോ ഇരുമ്പുചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടം മൺചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ ഇതിട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ബൗള് ചോറ് ചേർത്ത് കൊടുക്കുക. ഈ ചോറ് നന്നായിട്ട് വെന്തളിയാൻ പാടില്ല കേട്ടോ. വേറാത്ത ചോറ് വേണം നമ്മളെ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ പ്രസവിച്ച് കിടക്കുമ്പോൾ രക്ഷയിലേക്ക് നമ്മൾ തടി വെക്കാനും ഒക്കെ നമ്മൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. ഇതുപോലെ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചോറ് ചേർത്ത് കൊടുത്ത് അല്പം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് എന്തായാലും ഒന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.